Hello dear students, welcome to the next video of Standard 9. From this video we are starting our new topic in this chapter number 3, and this is the last video of chapter 3. Okay, our topic is the law of conservation of momentum. Have you ever heard before this topic? I think it is a new topic for you, that is it is law of conservation of momentum. Conservation means the momentum before a event which is equal to momentum after that event, that must be same. Okay, that means the before momentum and after momentum is same for every event. That law is named as law of conservation of momentum. Okay, so for that you have to take a wire channels of length 1.5 meter length, and you have to take 4 marbles as shown in the figure and arrange the apparatus as shown in the figure and move the first marble slightly back and roll it forward. What happens? Do you know what happens to the marble? Yes, the one marble, if we move one marble from the one side and hit to the other 3 marbles, then the first marble on the other side will move to move forward. Okay, that is shown in this figure. That is here നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ ഒരു സൈഡിൽ, അതായത് ഈ സൈഡിൽ ഒരു മാർബിളാണ് നമ്മൾ ബാക്കിലേക്ക് മൂവ് ചെയ്ത് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 3 മാർബിൾസിന് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു മാർബിള് മുന്നിലേക്ക് പോയിട്ട് തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ വരും. അപ്പോൾ നമ്മൾ ഏത് മാർബിള് ഇപ്പുറത്തെ സൈഡിലുള്ള മാർബിള് ഏത് ഹൈറ്റിലേക്കാണോ നമ്മൾ മാറ്റിയത്, അതേ സെയിം ഹൈറ്റിലേക്ക് തന്നെ ഈ രണ്ടാമത്തെ സൈഡിലുള്ള മാർബിൾസ് പൊന്തിയിട്ട് തിരിച്ചു വരും. ഓക്കെ, അതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യം. ദെൻ വാട്ട് ഹാപ്പൻസ് ഇഫ് വി ബ്രിങ് 2 മാർബിൾസ് ടുഗെദർ ആൻഡ് ലെറ്റ് ദം റോൾ. ഇനി ഒരെണ്ണം എടുത്തതിന് പകരം നമ്മൾ 2 എടുക്കുകയാണെങ്കിലോ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റത്തെ 2 എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ എടുക്കാനുള്ളത് ഈ ഫസ്റ്റത്തെ 2 ഇതും ഇതേപോലെ തന്നെ സെയിം ഒരുമിച്ച് നമ്മൾ ബാക്കിലേക്ക് മൂവ് ചെയ്തിട്ട് റോൾ ചെയ്യിപ്പിച്ചു. അപ്പോഴും എന്ത് സംഭവിക്കും? ഇപ്പുറത്തെ സൈഡിലുള്ള ഈ 2 മുന്നിലേക്ക് മൂവ് ചെയ്തത് തിരിച്ച് അതേ പൊസിഷനിലെത്തും. അപ്പോൾ എത്ര എണ്ണത്തിൻ്റെ ഫോഴ്സാണോ നമ്മൾ കൊടുത്തത്, അത്ര എണ്ണം തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ടായിരിക്കും. അതായത് ആഫ്റ്റർ കൊളീഷൻ ഇറ്റ് മൂവ് ഇൻ ദ സെയിം നമ്പർ. ഓക്കെ, അപ്പോൾ കൊളീഷൻ നടക്കുന്നതിന് മുന്നേ എത്ര മാർബിൾസ് നമ്മൾ എടുത്തു, ആ സെയിം മാർബിൾസിൻ്റെ എണ്ണം തന്നെ അപ്പുറത്ത് നിന്ന് നമുക്ക് മൂവ് ചെയ്യിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ ഒരു കൊളീഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ആദ്യത്തെ 2 മാർബിൾസ് വന്ന് ബാക്കി 2 മാർബിൾസ് വന്ന് തട്ടുമ്പോൾ ഒരു കൊളീഷൻ സംഭവിക്കുന്നുണ്ട്. ദാറ്റ് കൊളീഷൻ ഈസ് ദ ഇവൻറ്റ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിന് മുന്നേ കൊടുക്കുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് കൊടുക്കുന്ന ഫോഴ്സ് സെയിം ഫോഴ്സ് തന്നെ ആ ഇവൻറ്റിന് ശേഷം അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, വാട്ട് ഈസ് യുവർ ഇൻഫറൻസ്? വെൻ an object collide with another, the total momentum of the objects will remain unchanged. ഓക്കെ, അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ചേഞ്ച് ആവാതെ തന്നെ അവിടെ ഒരു കൊളീഷൻ നടക്കുന്നു. ലെറ്റ്സ് വെരിഫൈ ഇറ്റ് ബൈ അപ്ലൈങ് ദ ന്യൂട്ടൺസ് 3rd law ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ 3rd law ഓഫ് മോഷൻ വെച്ച് നമുക്ക് നോക്കി നോക്കാം. അതായത് ഇതാണ് നമ്മുടെ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ലെറ്റ് m1 and m2 ഈസ് ദ 2 ഡിഫറെൻറ്റ് masses ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹിയർ a and b ഈസ് 2 balls ഓഫ് mass m1 and m2 and it moves in a velocity of u1 and u2. Okay, u1 and u2 is the initial velocity, and then after collision its velocity becomes v1 and v2 and the mass remain unchanged. Okay, then here the collision before collision the momentum which is equal to m1 u1 plus m2 u2, and the momentum after collision is m1 v1 plus m2 v2. This is the momentum before and after collision. Then what is the initial momentum of A? Yes, m1 u1. Momentum is calculated by the product of mass and velocity. So here the initial momentum is m1 u1. Then what is its final momentum? m1 v1. Okay, then what is the final momentum of A? m1 v1. Then what is its change of momentum A?
യെസ്, m1 v1 മൈനസ് m2 u1 അല്ലെ, m1 u1. ദെൻ വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? യെസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് m1 v1 മൈനസ് m1 u1 ഓൾ ഡിവൈഡഡ് ബൈ t എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് ദ സെയിം അബവ് കേസസ് ഇൻ ദ ബോൾ ബി. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ത് കിട്ടും? m2 u2. ഫൈനൽ മൊമെൻറ്റമോ? യെസ്, ഫൈനൽ മൊമെൻറ്റം നമുക്ക് കിട്ടുന്നത് m2 v2. ഓക്കെ, ദെൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം m2 v2 മൈനസ് m2 u2 ഓൾ ഡിവൈഡഡ് ബൈ t. അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വരുമ്പോൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ ബേസിക്കലി ഡിസ്കസ് ചെയ്യാനുള്ളത്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു external force. Then how will you find out the force exerted by B on A? അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് കിട്ടുന്ന ഫോഴ്സും നമുക്ക് അതുപോലെ തന്നെ ബിക്ക് കിട്ടുന്ന ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. എ കാരനും ബിക്കുള്ളതും ബി കാരനും എക്കുള്ളതും, അത് ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടുന്ന ഫോഴ്സുകൾ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് FAB. ദാറ്റ് മീൻസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ, എക്ക് കിട്ടുന്ന ഫോഴ്സ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഇക്വേഷൻ. Then what about FBA? The force exerted by A on B, that is m2 v2 minus m2 u2 all divided by t. Then according to Newton's law of motion, these two are equal, that is FAB which is equal to minus FBA, that is equal and opposite ആയിരിക്കും. അതാണ് നമ്മളൊരു ഇവൻറ്റ് നടക്കുമ്പോൾ according to Newton's third law there is an action, there must be a reaction. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഓപ്പോസിറ്റായിട്ടും ഈക്വലായിട്ടും എഴുതാനായിട്ട് സാധിക്കും. ദെൻ അപ്ലൈയിങ് ദീസ് ഇക്വേഷൻസ് ഇൻ ദ ന്യൂട്ടൺസ് തേർഡ് ലോ വി ക്യാൻ ക്യാൻസൽ ദ ടൈം റേറ്റ് ഫ്രം ടു ഇക്വേഷൻസ് ആൻഡ് ബൈ റീഅറേഞ്ചിങ് വി ഗെറ്റ് എ ഫൈനൽ ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും, അതായത് മൊമെൻറ്റത്തിന് ഒരു കൊളീഷന് മുന്നുണ്ടായിരുന്ന മൊമെൻറ്റും ശേഷം ഉണ്ടായ മൊമെൻറ്റം എന്താണ്, സെയിം ആണ്. സോ ദസ് വി ക്യാൻ സീ ദ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ദ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. ദിസ് ഈസ് ടു ബി റിമെമ്പേർഡ് ദാറ്റ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി ആൻഡ് ദാറ്റ് ഓൺ എ ബൈ ബി ആർ internal forces as far as system is concerned. Okay, in the absence of external force, the total momentum of a system is a constant. This is the law of conservation of momentum. Okay.